അപ്പോൾ ഗൈസ് ഇത് പുതിയൊരു ഡിഷാണ്. ഇത് നമ്മുടെ കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ പാണ്ടനാസ് എന്ന് പറയുന്ന ഒരു ഡിഷുണ്ട്. കഴിച്ചിട്ട് അതുപോലെ ഫിഷ് വെച്ചൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ മറ്റേ അയക്കൂറ മീൻ വാങ്ങിച്ച് നന്നായിട്ട് അങ്ങോട്ട് സ്മാഷ് ചെയ്ത് മറ്റേ ക്യാപ്സിക്കവും അതും ഇതും ഇതൊക്കെ ഇട്ടിട്ട് ഇലയിൽ അങ്ങോട്ട് സ്മാഷ് ചെയ്ത് വെച്ച് ഇങ്ങനെ പരത്തി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പെടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ആ, തൂവി ഇങ്ങനെ മെല്ലെ ആക്കിയിട്ട് എന്നിട്ട് ഈ റോൾ ചെയ്ത് വെച്ച നമ്മളുടെ ഈ സ്മാഷ്ഡ് ഫിഷ് ഉണ്ടല്ലോ അതായിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഓരോന്നാക്കി ഇങ്ങനെ എടുത്ത് വെച്ചു. ഇത് ആദ്യമായിട്ട് ചെയ്ത കാരണം ഞാനിങ്ങനെ എന്ത് ചെയ്തു, ഞാൻ മൂന്നേ മൂന്ന് റോളാണ് വെച്ചിട്ടുള്ളത് ഇപ്പം. എന്നിട്ട് ഞാൻ മറ്റേ ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തു മക്കളെ. എന്നിട്ട് അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോഴല്ലോ അതിൻ്റെ മണം. ഹാ, ഒന്നും പറയാനില്ല, അടിപൊളി മണമായിരുന്നു. പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിലേക്ക് പൊളിച്ചങ്ങോട്ടൊന്ന് കഴിച്ചു നോക്കിക്കിട്ടോ. അതിൻ്റെ രുചി വേറെ ലെവലായിരുന്നു മക്കളെ. നിങ്ങൾ തന്നെ ഇത് ശ്രമിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കട്ടാ. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ അടുത്തുള്ള പരിപാടി നോക്കി എൻ്റെ വൈഫ് മറ്റേ അവളുടെ ഫേവറേറ്റായ മറ്റേ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അത് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അതിങ്ങനെ എന്തൊക്കെയോ മിക്സ് ചെയ്ത് കൂട്ടോ, നമുക്കൊന്നും അറിയില്ല. വളരെ സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ടുകളൊക്കെ വെച്ചിട്ട് അവൾ എന്തൊക്കെയോ ഒരു പാനൊക്കെ എടുത്തിട്ട് നൈസായിട്ട് ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അത് ആദ്യം ഇങ്ങനെ വഴറ്റി. ഇതാ വഴറ്റുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളി ആക്കുന്നുണ്ട് പുള്ളിക്കാരി. ചട്ട വെച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ വഴറ്റി, ക്ഷമിക്കണം. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ മസാല കൂട്ടിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കുറച്ച് നേരം പുള്ളിക്കാരി വെയിറ്റ് ചെയ്തു അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിയെടുത്ത് ഹൈ, എന്താല്ലേ ആ മഞ്ഞ കളറിൽ ഹൈ മസാലയായിട്ട് ഇങ്ങനെ ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചപ്പോഴല്ലോ അതിൻ്റെ മണം വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ മീൻ കഷ്ണം നല്ല നല്ല അടിപൊളി അയക്കൂറിയായിരുന്നു. അപ്പോൾ നല്ല സ്പെഷ്യൽ മസാലയായിരുന്നു വൈഫ് ഇട്ടത്. അതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കുട്ടപ്പനാക്കിയിട്ട് ഇങ്ങനെ കിടത്തി വിട്ടിട്ടുണ്ട് ഇവിടെ. ഹാ, പിന്നെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ചോറിലെ വിഭവങ്ങൾ. ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി, പിന്നെ ഇലയിൽ പൊതിഞ്ഞ സാധനം എന്താ പേരെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ മീൻ വറുത്തത്, ചോറും, പിന്നെ ഒരു സ്പെഷ്യൽ മോരുകറിയും കൂടി ആയപ്പെട്ടല്ലോ. വേറെ എന്ത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.